എങ്ങനെയാ സേവ് ചെയ്തിരിക്കുന്നത്? അച്ചുക്കുട്ടി. അച്ചുക്കുട്ടിയാ? അച്ചുക്കുട്ടി എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞാൻ വെള്ളത്ത് വളക്കാൻ വേണ്ടി നമ്മളൊരു ഡയലോഗ്സ് ഒക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ പണ്ട് ഡയലോഗ് മാത്രമേ പിന്നെ മനസ്സിലായി. അന്ന് ഞാൻ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ അച്ചു എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യം. എക്സിന്റെ പേര് അച്ചു എന്നായിരുന്നു. എക്സിന്റെ പേര് അച്ചുന്നൊന്നും അല്ല, ഞാൻ എക്സിനെ അച്ചു തന്നെ വിളിച്ചിരുന്നത്. എല്ലാവരും അച്ചു എന്നാ വിളിക്കുന്നത്, നമ്മൾ തെറ്റി പോകത്തില്ലല്ലോ. ഇത് എന്ത് പ്രശ്നങ്ങളാണ്, ഓരോരുത്തർ വേറെ പേരിട്ട് വിളിക്കുന്നതൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകത്തില്ല. അച്ചുന്ന് അച്ചുരണ്ട് അച്ചുന്ന് പിന്നെ പെട്ടപ്പോ അച്ചുകുട്ടി ഒന്നാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളെ അച്ചു എന്ന് വിളിക്കാനാണ് താല്പര്യം. അങ്ങനെയാണ് അച്ചു എന്ന് വിളിച്ചോട്ടെ. എന്നെ അങ്ങനെ എന്റെ പേര് ആകെ ഇച്ചിരി പേര് ഇതല്ലേ ഉള്ളൂ. ആ വീട്ടിലെല്ലാരും പേരാ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു നിക്നെയിം ഇവിടെ വന്നിട്ടില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. അതെ അതെ, നമ്മുടെ ലിനു ഫോൺ സേവ് ചെയ്തിരിക്കുന്ന എന്താണ്? അച്ച. നമ്മൾ മറ്റേ ഇച്ചായ എന്നൊക്കെ വിളിക്കുന്ന അച്ചാന്നാണ് നിങ്ങൾ വിളിക്കാം. ഓക്കെ, അടുത്തത് കല്യാണത്തിന് ഫോണിൽ വന്ന ആരുടെ എങ്കിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മെസ്സേജ്. കല്യാണം മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് പൂജയുടെ, ബിഗ് ബോസ് ഉണ്ടായിരുന്ന പൂജയുടെ മെസ്സേജ്. എനിക്ക് വയ്യായിരുന്നാടാ, എനിക്ക് വയ്യ, എനിക്ക് പനിയായിരുന്നു. വോയിസ് റെക്കോർഡ് ഉണ്ട്. ഭയങ്കര പേഴ്സണൽ ആണ്. എന്റെ വേറെ എനിക്ക് തീരെ വയ്യ, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. തീരെ എനിക്ക് വയ്യ. ഇങ്ങനത്തെ ഫണ്ണി മെസ്സേജ് ഒന്നും ഇല്ല? അങ്ങനെ അവസാന മെസ്സേജ് നീ പെട്ടടാ അങ്ങനെ? അത് നമ്മുടെ സായി വിളിച്ച് പറഞ്ഞായിരുന്നു, എന്താ നീ കിസ് അടിച്ചല്ലോടാ കുട്ട. കാരണേ അവൻ അറിയാലോ ദീദിയിൽ വെച്ചിട്ട് കിസ് അടിപ്പിച്ചായിരുന്നല്ലോ. അപ്പൊ അവനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് എപ്പോ കിസ് അടിക്കും. അപ്പൊ അവൻ്റെ കുറെ വട്ടം വന്ന് പറഞ്ഞു, കിസ് അടിക്കണം എന്ന്, നീ കിസ് അടിക്കണം എന്നിങ്ങനെ കുറെ വട്ടം വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത് കല്യാണമല്ല, ഇത് എൻഗേജ്മെന്റ് അല്ലേ, ഒരു ചാൻസ് കിട്ടട്ടെ അടിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവരങ്ങടുത്ത് കിസി അപ്പൊ കിസി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ കിസ് അടിക്കുന്ന സംഭവിക്കുന്ന അവൻ കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവൻ പറഞ്ഞു, കിസ് അടിച്ചിട്ടുള്ള കുട്ട എന്ന് പറഞ്ഞ അവൻ വിളിച്ചിങ്ങനെ പറഞ്ഞായിരുന്നു. അല്ല, ഞങ്ങൾ ആ ഒരു ഫോട്ടോയുടെ താഴെ മൊത്തം സൈനെ മെൻഷൻ ചെയ്തിട്ടാണ്. എനിക്ക് ആ വീഡിയോയുടെ താഴത്തെ സായി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനത് തിരിച്ചും പറഞ്ഞായിരുന്നു കിസ് അടിച്ചത്. അടുത്തത് പാർട്ട്ണറുമായുള്ള ഏറ്റവും സ്പെഷ്യൽ ഫോട്ടോ. അതാണ് നേരത്തെ കാണിച്ചു തോന്നുന്നുണ്ട്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ എനിക്ക് വേറെ സ്പെഷ്യലുണ്ട്, അത് പുറത്തണിക്കാൻ. അത് ഇതുവരെ ആ രഹസ്യം ഞങ്ങളോടൊപ്പം ഭൂമിയിൽ അലിഞ്ഞു തീരും. അത് കാണിക്കാൻ പറ്റാത്ത രഹസ്യമാണ്. അത് മോനെ, അത് പുറത്തു കാണിച്ച വിഷയമാണ്. അതെന്താ സംഭവം അറിയാമോ? ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം ഞങ്ങൾ കണ്ടു, പറയത്തില്ല